الشيطان الرجيم. أعوذ بالله من لمزه وهمزه. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يا ربي لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك أن جعلتنا من أمة الحبيب محمد صلى الله عليه وسلم. اللهم لك الحمد حمدا يملأ الميزان. وأصلي على النبي المصطفى الذي فاق دينه الأديان، وعلى أبي بكر جامع القرآن، وعلى عمر الذي فرق منه الشيطان، وعلى التقي الحي عثمان، وعلى علي ذي التقى والإيمان، وعلى سائر صحابة رسولك أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان. صدق الله العلي العظيم. صدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. استوري أهل النوبة جعلوني في عذركم حتى أفرغ من حضر المحل. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് നമുക്ക് മാപ്പ് ചെയ്തിരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവർ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ മരിച്ചുപോയവർ, മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. മാരകങ്ങളായ സുഖങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ ഗർഭിണികളായ സഹോദരിമാർക്ക് അല്ലാഹു സുഖപ്രസവം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമുക്ക് ഇൽമും തഖ്വയും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും അല്ലാഹുവിനുള്ള തഖ്വയും ഭയപ്പാടും കിട്ടുന്ന ഒരു മജ്ലിസാക്കി അല്ലാഹു നമ്മുടെ ഇരുത്തം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ് സൂറത്തുർ റഹ്മാനിലെ 5-ാമത്തെ ആയത്ത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ആ ആയത്തിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വലിയ ഒരു ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ വലിയ 2 സൃഷ്ടികളാണ് സൂര്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ സൂര്യന്മാർ, ചന്ദ്രന്മാർ. അങ്ങനെ അത് പ്ലൂറലായിട്ട് ഉപയോഗിക്കുമെന്ന, ഒന്നിലേറെ ഷംസ്, ഒന്നിലേറെ ഖമർ ലോകത്തുണ്ടെന്നാണ്. അല്ലാഹ് സൂറത്തു ആൽ ഇംറാനിന്റെ ഏകദേശം അവസാന ഭാഗത്ത് 190-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹു തആല പറയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ഒരു സംശയം വേണ്ട, ആകാശം അതുപോലെ ഭൂമി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ആകാശങ്ങൾ ഭൂമി എന്ന് പറഞ്ഞതിനർത്ഥം പ്രപഞ്ചം എന്നാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്. ലആയാത്തിൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാത്തൊരു സൂര്യനുണ്ട് ചന്ദ്രനുണ്ട്, രാത്രിയാവണ് പകലാവണ്, ഭൂമി ഭൂമി ഇത്രയൊക്കെ തന്നെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കൂല. ലിഉലിൽ അൽബാബ്, ചിന്തിക്കണം, മനുഷ്യൻ ധാരാളം ആലോചിക്കണം. ലിഉലിൽ അൽബാബ്, ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ, കുറച്ചല്ല. ലആയാത്തിൻ, അല്ലാഹുവിനെ ചില കാറ്റഗറൈസ് ചെയ്യാൻ ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സൃഷ്ടിപ്പിൽ സെലസ്ഷ്യൽ ബോഡീസ്, ആകാശലോകത്തുള്ള ഗോളങ്ങളെ സംബന്ധിച്ചുള്ള ഈ ചിന്തയിൽ പാഠങ്ങളുള്ളത് ആർക്കാണ്? ലിഉലിൽ അൽബാബ്, നല്ല ലുബ്ബുള്ളവർക്ക്. ലുബ്ബ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ്, കഴമ്പ് എന്നാണ്. നല്ല ബ്രെയിൻ ഉള്ളവർക്ക്. അവരാരാൻ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ. അവർക്കൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ദിക്ർ ചൊല്ലുന്നവർ ഒരു ബുദ്ധിമാനികളാണ്. എപ്പോഴും ദിക്റില്ല, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ല. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒക്കെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തല. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് പഠിച്ചാൽ മതി. വനിഅമൽ വക്കീൽ, അല്ലാഹുവാണ് ഏറ്റവും വലിയ വക്കീൽ, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും ഉത്തമൻ. അള്ളാഹുവിനെ കഴിഞ്ഞ് ആരുമില്ലല്ലോ. ഇതൊക്കെ പറയണമെങ്കിൽ ഈ റബ്ബ് ആരാണെന്ന് അറിയണ്ടേ? അള്ളാഹുവിനെ മൻ അറഫ അല്ലാഹ അഹബ്ബ, അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് സ്നേഹം തോന്നുക. സ്നേഹം തോന്നുമ്പോഴാണ് നമ്മൾ പുകഴ്ത്തി പറയാ. അതാണ് ദിക്ർ. അതുകൊണ്ട് അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവരാ ബുദ്ധിമാനികൾ. നമ്മൾ അറിയാതെ ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥം അറിയാതെ ചൊല്ലിയാലും കൂലി കിട്ടും. പക്ഷെ അള്ളാഹുവിനെ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ്, അള്ളാഹിനെ പുകഴ്ത്തി പറയാൻ. നിങ്ങൾ ഒരാളെ അറിയില്ലെങ്കിൽ അയാളെ പറ്റി എന്ത് പറയും? എങ്ങനെ പുകഴ്ത്തി പറയും? ഒരാൾ അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് അയാളുടെ ക്വാളിറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോ അള്ളാഹുവിനെ പ്രൈസ് ചെയ്യുന്നതാണ് ദിക്ർ. അല്ലദീന യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. അള്ളാഹുവിനെ പുകഴ്ത്തണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ മഅരിഫത്ത് കിട്ടണം. ഇതിൽ അത്ഭുതമുണ്ട്. ഇത് ഖുർആനിൽ ആല ഇംറാനിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്തിനെ സംബന്ധിച്ച് ഒരാൾ ഓതുകയും അത് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ വൈലുൻ, അവർക്ക് നാശമാണ്. വെറുതെ ഓതിപ്പോയി അതിനെ സംബന്ധിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇരിക്കട്ടെ, സൂറത്തുർ റഹ്മാനിലേക്ക് വരും. കാരുണ്യവാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, മനുഷ്യൻ അല്ലാഹു ബയാൻ നൽകി. ബയാൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, ബഷീർക ഒന്നുകൂടെ വന്നിട്ട്, അല്ലമഹുൽ ബയാൻ. ബയാൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവിനാണ് ബയാൻ എന്ന് പറയാം. ഏത് ഭാഷ എത്ര വ്യത്യാസപ്പെട്ടാലും ഏത് ഭാഷ സംസാരിച്ചാലും ബയാൻ ഒന്നാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാക്കി സംസാരിക്കാനുള്ള കഴിവ്. ഒരു വിഷയം ആർട്ടിക്കുലേറ്റ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബയാൻ എന്ന് പറയാം.
ഏത് ഭാഷ സംസാരിച്ചാലും ബയാൻ ഒന്നാണ്. ആ ഭാഷയിലുള്ള ആളുകൾക്കത് വ്യക്തമാണ്. ആ ഭാഷ അറിയുന്ന ആൾക്ക് അവിടെ വ്യക്തത ലഭിക്കുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് അറിയാം, കേൾക്കുന്നത് എന്താണെന്ന് അറിയാം, ബയാൻ നടക്കുന്നുണ്ട്. അൽസിന, ഭാഷകൾ വ്യത്യാസപ്പെട്ടാലും ബയാൻ ഒന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു അടുത്ത് പറയുന്ന വിഷയം എന്താണ്? അശ്ശംസു വൽ ഖമർ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും ബിഹിസ്ബാൻ. ഹിസ്ബാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവ് എന്നതിനർത്ഥമുണ്ട്. മസ്ദറായിട്ട് ഹസിബ യഹ്സബു ഹിസ്ബാനൻ, കണക്ക്. കൃത്യമായ ഒരു കണക്കിലാണ് സൂര്യനും ചന്ദ്രനും ഒരർത്ഥം. അല്ലെങ്കിൽ ഷിഹാബ് എന്ന വാക്കിന് ഷുഹ്ബാൻ എന്ന് ജംഅ് ഉപയോഗിക്കും. ഹിസാബ് ഹുസ്ബാൻ, ചന്ദ്രനും സൂര്യനും ഒരു കൃത്യമായ കണക്കാക്കലാണ്. ആദ്യം പറഞ്ഞർത്ഥം കൃത്യമായ കണക്കുകളാണ്. അല്ലെങ്കിൽ മഹ്സൂബ്, ഇതെല്ലാം കൃത്യമായി കണക്കാക്കപ്പെട്ടവയാണ്. അള്ളാഹുവിന്റെ ഈ വലിയ രണ്ട് സൃഷ്ടികൾ, സൂര്യനും ചന്ദ്രനും, സൂര്യനില്ലെങ്കിൽ ചെടികൾക്ക് വളരാൻ കഴിയില്ല. ചെടികൾ വളരുള്ളൂ. സൂര്യപ്രകാശം രവികൾ കിട്ടിയാൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം വേണം. ടോർച്ചടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അവ ഉണ്ടായെങ്കിലേ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. സസ്യലതാദികൾ മുളച്ചെങ്കിലേ മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ. സസ്യം ബുക്കായാലും മാംസബുക്കായാലും, മാംസം കഴിച്ചാലും സസ്യം കഴിച്ചാലും കഴിക്കാൻ കിട്ടണമെങ്കിൽ ഒറിജിനായിട്ട് എന്ത് വേണം? സൂര്യൻ വേണം. സൂര്യനില്ലാതെ ഇതൊന്നും നടക്കൂല. സുബ്ഹാനല്ലാഹ്. 6 മാസത്തിന് സൂര്യൻ ഉദിച്ചില്ല എന്ന് വിചാരിക്കുക, സസ്യലതാദികളെല്ലാം ഉണങ്ങിപ്പോവും. തണുപ്പ് വേണമെന്നില്ല. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ അള്ളാഹുവിന്റെ രണ്ട് സൃഷ്ടികൾ അത്ഭുതങ്ങളാണെന്ന് തുടങ്ങുകയാണ് അള്ളാഹു തആല. സൂറത്തുർ റഹ്മാനിന് അത്ഭുതങ്ങൾ പറയാൻ പോകുന്ന സൂറയ. മുത്തുകളെ സംബന്ധിച്ചും പവിഴങ്ങളെ സംബന്ധിച്ചും ഇവിടെ ചർച്ച വരുന്നുണ്ട്. അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായി കണക്കാക്കപ്പെട്ടവയാണ്. പിന്നെ വന്നജുമു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെടികളും പറഞ്ഞില്ലാതെ നിൽക്കുന്ന പുല്ല് പോലെയുള്ള ചെടികൾക്കാണ് നജിമ് എന്ന് പറയാം. നക്ഷത്രം എന്നും അതിനർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം നക്ഷത്രം എന്നല്ല. നജിമു ഷജർ, ഷജർ എന്ന് പറഞ്ഞാൽ തണ്ടുള്ളത്, ഒരു ട്രങ്കിൽ നിൽക്കുന്നതിനാണ്. സാധാ മരങ്ങൾക്കൊക്കെ ഷജർ എന്ന് പറയും. അവർക്കൊരു തടി ഉണ്ടാകും, അതിന് ബ്രാഞ്ചസ് ഉണ്ടാവും, പിന്നെ അതിന് ഇലകൾ ഉണ്ടാവും. പക്ഷേ പുല്ലുപോലെ വൈക്കോല് പോലെ ഒരു തടിയില്ല, ഒരു കാറ്റടിച്ചാലങ്ങ് മറിഞ്ഞു വീഴും. അങ്ങനത്തെ ചെറിയ ചെടികൾക്കാണ് എന്ത് പറയാ? നജിമ് എന്ന് അറബിയിൽ പറയാം. അറബിയിൽ പ്രയോഗമുള്ള ഒരു വാക്കാണ്. വേറെ അർത്ഥങ്ങളുണ്ട്. നക്ഷത്രത്തിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അർത്ഥം അതാണ്. നക്ഷത്രങ്ങളും സൂര്യനും നക്ഷത്രങ്ങളും സസ്യങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. പക്ഷേ നല്ല യോജിപ്പുള്ള വാക്കവിടെ കൊച്ചു സസ്യങ്ങളും വടാവൃക്ഷങ്ങളും എല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാനുള്ള ഭാഗമാണ് അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാതിരുന്നാൽ ശിക്ഷ കിട്ടുമെന്നാണ്. അപ്പൊ നമ്മൾ കുറച്ച് സയൻസ് ഇന്ന് പഠിക്കാൻ പോവാണ്. ഇന്ന് സയൻസ് പീരീഡാണ് ഇപ്പോ കേട്ടോ. ഇന്റർവെല്ല് കഴിഞ്ഞാൽ നമുക്ക് വേറെ പീരീഡാവും. ഇപ്പൊ സയൻസിന്റെ പീരീഡാണ്. അപ്പൊ നമ്മൾ കുറച്ച് അതാണ് പഠിക്കാൻ പോണത്. നമ്മൾ വേറെ പറഞ്ഞ സസ്യലൊന്നും പറയാൻ പറ്റൂല. ഈ ഉസ്താദ് കണക്കും പറഞ്ഞിട്ട് ഞങ്ങൾക്കിത് മനസ്സിലാവണില്ല പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കോണം. അപ്പൊ നമുക്കിത് പറയാം. നമ്മളിത് പഠിക്കാൻ വരുന്ന ആൾക്കാരാണ്. നമ്മൾ പഠിക്കുകയാണ്. ഇത് ക്ലാസ് റൂമാണ്. പഠിക്കുകയാണ് നമ്മൾ. വേളാക്കാൻ വേണ്ടി അങ്ങനെ കേട്ടിരുന്ന് ആസ്വദിക്കാൻ വന്നതല്ലല്ലോ. അല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. അല്ലാഹു തആല ഒരായത്താണ് ഈ പറഞ്ഞത്, അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. ചന്ദ്രനും സൂര്യനും. നമ്മൾ എന്താ സൂര്യനെ സംബന്ധിച്ച് ചന്ദ്രനെ സംബന്ധിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? എവിടെയാണ് നമ്മുടെ ലോകം? നാഷണൽ ജിയോഗ്രഫിക് ചാനലിന് ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ആർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞിട്ട്. ഒന്ന് കാണുന്ന സമയമുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറുള്ള ഒരു ഡോക്യുമെന്റ് ഇംഗ്ലീഷിലാണ്. അവരുടെ തന്നെ ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ് എന്ന് പറഞ്ഞു ഭൂമിയെക്കുറിച്ചൊരു 1.5 മണിക്കൂർ. ഭൂമി എങ്ങനെ ഈ കോലത്തിലായി, ബിഗ് ബാങ് മുതൽ ഇതുവരെ
എങ്ങനെയാണ് ഏതെല്ലാം സ്റ്റേജുകൾ ഭൂമി കടന്നു പോന്നിട്ടുണ്ട് എന്ന് പറയുന്ന വേറെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് നാഷണൽ ജിയോഗ്രഫിക്കിന്. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ. ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ്, അങ്ങനെ ടൈപ്പ് ചെയ്താൽ കിട്ടുമത്. അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ വിചാരിച്ച എന്താണ് ഈ ലോകം, എന്താണ് ഈ ലോകം? നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത്, ഇവിടുത്തെ ജീവനെ അല്ലാഹു നിലനിർത്തുന്നത് സൂര്യൻ എന്ന ഒരു കണക്ഷനിലൂടെയാണ്. നമ്മുടെ അസ്തിത്വം പോലും സൂര്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റൂല സൂര്യപ്രകാശം ഇല്ലെങ്കിൽ. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായി കണക്കാക്കപ്പെട്ടവയാണ്. അവകൾക്ക് ഷെഡ്യൂളുകളുണ്ട്. എത്ര സ്പീഡിൽ പോണം, എത്ര സ്പീഡിൽ അതിന്റെ സ്വയം ആക്സസിൽ, അതിന്റെ സ്വയം അച്ചുതണ്ടിൽ അതിനെ കറങ്ങണം. സൂര്യന് നിയമമുണ്ട്, ചന്ദ്രന്റെ നിയമമുണ്ട്. സൂര്യൻ കോടാനുകോടി കണക്കുന്ന ബില്യൺ കണക്കിന് വരുന്ന നക്ഷത്ര സമൂഹങ്ങൾ ഉള്ള ഒരു സമൂഹമെന്ന മിൽക്കി വേ, ക്ഷീരപഥം, അദ്ദർബു തബ്ബാന എന്ന അറബിയിൽ പറയുന്ന ക്ഷീരപഥം എന്ന മഹാ നക്ഷത്രക്കടലിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് സൂര്യൻ. ഒരു നക്ഷത്രം. അങ്ങനെ എത്ര കോടിയല്ല, ബില്യണാണ്. മോർ ദാൻ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആർ ദെയർ ഇൻ എവറി ഗാലക്സി. സുബ്ഹാനല്ലാഹ്. കോടി ബില്യൺ തന്നെ പറയണം. ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളാ. ഒന്ന് മറ്റൊന്നിലേക്കുള്ള ദൂരം നമ്മുടെ ഒരു ബിൽഡിംഗിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്കുള്ള ദൂരമല്ല, കോടിക്കണക്കിന് കിലോമീറ്ററുകൾ, ട്രില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾ. അങ്ങനെയുള്ള നക്ഷത്ര സമൂഹങ്ങളിൽ ഒന്നിലാണ് നമ്മൾ കിടക്കുന്നത്. സൂര്യനും സൂര്യന്റെ മറ്റു ഗ്രഹങ്ങളും, നമ്മുടെ ഭൂമിയും ജൂപ്പിറ്ററും സാറ്റേണും മാഴ്സും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഇതൊക്കെ കിടക്കുന്നത് ഈ ഒരു നക്ഷത്ര സമൂഹത്തിലാണ്. നമ്മുടെ കൂടെ തന്നെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ബില്യൺ നക്ഷത്ര കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ ആകാശത്തുണ്ട്. ഇവിടെ നമ്മൾ ഈ കിടക്കുന്നത് എത്ര ഒരു ചെറിയ ലോകത്താണ് നമ്മൾ ഈ കിടക്കുന്നത് ആലോചിച്ച്. ഭൂമി എത്ര ചെറുതാ. ഭൂമി സൂര്യൻ തമ്മിലെ വലുപ്പത്തിന്റെ കണക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി മനസ്സിലാക്കണം. ഇവിടെ സൂര്യചന്ദ്രൻ എന്ന പ്രയോഗം, നമ്മുടെ സൂര്യനല്ലാത്ത വേറെ സൂര്യൻ ഈ ലോകത്തുണ്ടോ? നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനല്ലാത്ത വേറെ ഉപഗ്രഹങ്ങൾ, ഖമർ എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് എന്നർത്ഥം. അൽ അഖ്മാറു സിനാഇയ്യ, സാറ്റലൈറ്റുകൾക്ക് അറബിയിൽ പറയുന്ന വാക്കതാണ് അൽ അഖ്മാറു സിനാഇയ്യ. അഖ്മറു സിനാഇ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിന് ഖമർ എന്നാ പറയാം. അറബ് ഭാഷ തന്നെ അത്ഭുതല്ലേ. സാറ്റലൈറ്റിന് ഖമർ എന്ന പേര്. ഏത് ഭാഷയും, നമ്മൾ ഇന്നലെ ദുബൈയിലെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, എന്ത് കണ്ടുപിടിച്ചാലും അറബിയിൽ അതിന് വാക്കുണ്ടല്ലോ. ഇങ്ങനൊരു അത്ഭുതമുള്ള ഭാഷ അറബി അല്ലാതെ ഉണ്ടാവില്ല. എന്ത് കണ്ടുപിടിച്ചോട്ടെ. മൈക്കിന് നമ്മളെന്താ മലയാളത്തിൽ പറയും? മൈക്ക് നോക്കാം, മൈക്ക് വെച്ച് വിളിക്കുന്നല്ലേ പറയുള്ളൂ. മലയാളത്തിൽ എന്തൊക്കെ പറയേണ്ടി വരും, സെന്റൻസ് പറയേണ്ടി വരും മൈക്കിന്. അറബിയിലൊരു വാക്കുണ്ട്, മുഖബ്ബിറു സൗത്ത്. നമ്മളെ മൊബൈൽ ഫോൺ, മലയാളത്തിൽ എന്താ മൊബൈൽ ഫോൺ പറയാ? എന്താ മലയാളത്തിൽ പറയുന്ന വാക്ക്? വാക്കൊന്നുമില്ല. അറബിയിൽ ജവാൽ, അൽ ഹാറ്റിഫുൻ നഖാൽ, മൊബൈൽ ഫോൺ. എന്ത് ഉദാഹരണം എനിക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഡെയിലി യൂസിൽ വരുന്ന എല്ലാറ്റിനും പുതിയ പുതിയ സാധനങ്ങൾക്കൊക്കെ പേരുണ്ട്. എന്ത് കണ്ടുപിടിച്ചാലും പേരുണ്ട്. മിസൈലിന് എന്താ പറയാ നമ്മള് മലയാളത്തില്? മിസൈൽ തന്നെ പറയുള്ളൂ. അറബിയിൽ പറയും സ്വറൂഖ്, ഇപ്പൊ ആറ്റം, അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾ, അൽ മഹത്താത്തുൻ നബവിയ്യ, അറബിയിൽ വാക്കുണ്ട് എല്ലാറ്റിനും. ഫ്ലൈറ്റിന് തായിറ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ പേര് പറയുകയാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞുതരാം എന്തൊക്കെ ഓരോ ആധുനികമായി കണ്ടുപിടിക്കപ്പെട്ട എന്ന്. കമ്പ്യൂട്ടറിന് ഹസൂബ്, അറബി വാക്കാണ് ഹസൂബ്. കമ്പ്യൂട്ടർ എന്ന് പറയും, പക്ഷെ ഹസൂബ് അതാണ് അതിന്റെ വാക്ക്, ഹസൂബ്.
എന്ത് കണ്ടുപിടിച്ചാലും സാറ്റലൈറ്റും എന്നും അർത്ഥമാണ്. ഇത് നമ്മുടെ സൂര്യന്റെ സൂറത്ത് ഫുസ്സിലത്തിൽ പകലും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. നമുക്ക് വഴി മനസ്സിലാക്കണം. രാത്രിയും പകലും ഒരു അത്ഭുതമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വേറെ സമയത്ത് പറയാം. ഈ രാത്രി എല്ലാ പകലിന്റെ കൂടെയും രാത്രി അതിന്റെ കൂടപ്പിറപ്പാണെന്നാ പറയാൻ. ഇൻഷാ അല്ലാഹ് മറന്നുപോയാലോ. നമ്മൾ ഈ റൂമിൽ ശരിക്കും അന്ന് ഇല്യൂമിനേറ്റ് ചെയ്യും. ഈ റൂം ഫുൾ പ്രകാശമായി കഴിഞ്ഞാൽ ഇവിടെ നേലുണ്ടാവില്ല. അപ്പൊ എനിക്ക് നേല് കാണുന്നുണ്ട്, നിങ്ങൾക്ക് നേലുണ്ട്. അതിനർത്ഥം ഇവിടെ ചെറിയൊരു ഡാർക്ക്നെസ്, ഇരുട്ട് ഇതിന്റെ ഇടയിലൂടെ കിടക്കുന്നുണ്ട്. ഫുള്ളി നമ്മൾ അങ്ങ് ആകെ ഒരു 10,000 ട്യൂബ് വെച്ച് അങ്ങ് കത്തിച്ചാൽ ഇവിടെ നേലുണ്ടാവുമോ? നേലുണ്ട്. എന്തേ? കത്തുന്ന പ്രകാശത്തിന് നേലുണ്ടാവില്ല. അങ്ങനെ ഒരു ഏരിയ മൊത്തം നമ്മൾ അങ്ങ് ഇല്യൂമിനേറ്റ് ചെയ്താൽ, അങ്ങ് പ്രകാശിപ്പിച്ചാൽ അവിടെ നേലുണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ പ്രകാശത്തിന്റെ കൂടെ ഇരുട്ടും കൂടെ ഉള്ളത് കൊണ്ടാ. അല്ലാതെ പ്രകാശം നമുക്ക് എല്ലാ കൂളിംഗ് ഗ്ലാസ് വെച്ച് അടക്കേണ്ടി വരും റൂമിൽ കയറണമെങ്കിൽ. ആളെ കാണില്ലല്ലോ. കത്തുന്ന പ്രകാശത്തിൽ നമുക്ക് ആളെ കാണാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല ഇങ്ങനെ. അതുകൊണ്ടാണ് അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പകലിൽ നമുക്ക് നേല് കിട്ടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു അത്ഭുതത്തിൽപ്പെട്ടതാണ് ദുല്ലൻ ദലീല. അള്ളാഹു നിങ്ങൾക്ക് നേൽ വിരിച്ചു വരുന്നത് വലിയ അത്ഭുതമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അലൈഹി ദലീല ഏതാണ്? വജഅൽന ശംസ അലൈഹി ദലീല. അല്ലാഹു തആല നിങ്ങൾക്ക് ഇരുട്ട് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ നിങ്ങൾക്ക് നെഹാർ വെളിച്ചം തന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിന് അടയാളം സൂര്യനാണ്. എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം 7 നിറങ്ങളുടെ കൂട്ടമാണ്. വിബ്ജ എന്നൊക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. 7 നിറങ്ങളാണ് സൂര്യപ്രകാശം. ഈ ഓരോ നിറത്തിന്റെ ഇടയിലും ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം വരാ, എല്ലാ സൂര്യപ്രകാശത്തിന്റെ ഈ നിറങ്ങളുടെ ഇടയിൽ ഇരുട്ടാണ്. ഓരോ ഗ്യാപ്പിൻ, ഓരോ നിറങ്ങളുടെ ഇടയിലും ഇരുട്ടിന്റെ ബീമുകൾ വെച്ചിട്ടാണ് നമുക്ക് പകലുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ണാണല്ലോ വെളിച്ചമുണ്ട്. പകലിൽ പോലും ഇരുട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇരുട്ടിന് മിക്സ് ചെയ്തിട്ട പകല് വരുന്നത്. രാത്രിയായാൽ അല്ലാഹു തആല ഈ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ തന്നെ ഖുർആന്റെ പ്രയോഗം. എന്തൊരു മനോഹരം! ഇതൊക്കെ ഇപ്പൊ അടുത്ത് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ അന്നത്തെ കാലത്ത് അർത്ഥം വെച്ചാലും അർത്ഥങ്ങൾ കിട്ടും. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം സൂര്യനും ചന്ദ്രനാണ്. അപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നല്ല ടോർച്ച് ഓഫ് ചെയ്തപ്പോ ഇരുട്ട് വന്നതല്ല. ഇരുട്ടെന്നത് ഒരു സാധനമാണെന്നാണ്. ഒരു വെളിച്ചത്തിന്റെ ആബ്സെൻസ് ആണ് ഡാർക്ക്നെസ് എന്നല്ല. ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് പഠിക്കണം. അത് അങ്ങനെ തന്നെ ഒരു ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇരുട്ടെന്നത് വെളിച്ചത്തിന്റെ ഇല്ലായ്മയല്ല, ഇരുട്ടാണ് ആദ്യമുണ്ടായതെന്നാണ്. ഈ പ്രപഞ്ചത്തെ ഏറ്റവും കൂടുതലുള്ള സാധനം ഇരുട്ടാണ്. നമുക്ക് വെളിച്ചം കിട്ടുന്നത് ഈ ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിലേ നമുക്ക് പകലുള്ളൂ എന്നല്ലാതെ ലോകം മുഴുവനും പകലല്ല. നമ്മുടെ പ്രപഞ്ചം മുഴുവനും പകലാവുന്നില്ല സൂര്യൻ ഉദിച്ചതുകൊണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നാൽ സൂര്യനിൽ നിന്ന് വരുന്ന ആ പ്രകാശം എത്തുന്ന സ്ഥലത്ത് വെളിച്ചമുണ്ട്, പക്ഷെ അതിന്റെ ചുറ്റും ഇരുട്ടാണ്. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ ചില ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ വെളിച്ചം ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമിയിൽ അന്തരീക്ഷമുണ്ട്. 180 കിലോമീറ്ററോളം മേലോട്ടുള്ള അന്തരീക്ഷം. അവിടെ നമുക്ക് ശ്വസിക്കാനുള്ള വായു. ഈ അന്തരീക്ഷത്തിലേക്ക് വന്നാൽ ശരിക്കും പരന്നു പിടിക്കുന്ന പകലാണ്. പക്ഷെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് വരെ ഒരു ബീം ഓഫ് റേ, ഒരു പ്രകാശത്തിന്റെ ഒരു ബീം മാത്രമേ കാണുള്ളൂ. അപ്പുറത്തൊക്കെ ഇരുട്ടാണ്. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. ഇരുട്ട് ദൃഷ്ടാന്തമാണെന്നാണ്. എങ്ങനെ ദൃഷ്ടാന്താവുന്നത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് പഠിക്കുന്നത് ഇബാദത്താണ് മുഅ്മിനീങ്ങളെ. നിസ്കാരത്തിന്റെ സ്വർത്ഥം ഫർളും പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മുടെ അഖീദ ശരിയാക്കാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നിമിത്തമാകും. അതുകൊണ്ടാണ് സൂറത്ത് ആല ഇംറാനിൽ 190 മുതൽ 192 വരെയുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ട് ഇതങ്ങോട്ട് വെറുതെ പോയി ചിന്തിക്കാതിരുന്നാൽ അവർക്ക് ശിക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം അതാ. ശിക്ഷ കിട്ടും.
ആകാശഭൂമികളെ സൃഷ്ടിച്ചതിനെപ്പറ്റി ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചത്തെ പടച്ചലിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട്. എന്ത് പാഠം? നമ്മളൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ സയൻസ് വായിച്ചിട്ടില്ല, നമ്മൾ ആസ്ട്രോണമി പഠിച്ചില്ല, നമ്മൾ ജിയോഗ്രഫി പഠിച്ചില്ല, ജിയോളജി പഠിച്ചില്ല, നമ്മൾ ആസ്ട്രോണമി പഠിച്ചില്ല. ഇതൊന്നും നമ്മൾ പഠിക്കാതെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരാണ് പണിയൊക്കെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്നും ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. ഇത് പറ്റൂല എന്നാ നമ്മൾ പഠിക്കണം. ഈ പഠനം തഫക്കുറു സഅ ഖൈറുൻ മിൻ അൽഫി റക്അ, നിങ്ങൾ ഒതുകൊടുത്ത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ നേരം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് 1000 സുന്നത്ത് റക്അത്തിനേക്കാളും കൂലി 1 മണിക്കൂർ നേരത്തെ ഫിക്റിനാണ്, ചിന്തക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം അത്രയ്ക്ക് ഗൗരവമാണ്. നമ്മൾ ഈ 1 മണിക്കൂർ നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ആലോചിച്ചാൽ ഇൻഷാ അല്ലാഹ് സദസ്സിൽ വന്നിരുന്ന 1 മണിക്കൂർ നേരം നമ്മൾ ചിന്തിക്കുന്നത് 1000 റക്അത്ത് നമ്മൾ നിസ്കരിച്ചതിനേക്കാളും പുണ്യമായിട്ട് അള്ളാഹു അങ്ങനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പറയാണ്, രാവും പകലും ദൃഷ്ടാന്തമാണ്. വശംസു വൽ ഖമർ, ഞാൻ ഓതുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്ത്. അല്ലാഹു പറയാണ്, സൂര്യനും ചന്ദ്രനും അത്ഭുതമാണ്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. അങ്ങനെ ആലോചിച്ചു, നമ്മുടെ മഗ്‌രിബിന്റെ ശേഷം അവിടെ ഇംഗ്ലീഷ് ക്ലാസ് നടക്കുന്നുണ്ട് ഇശ വരെ, എല്ലാ ശനിയാഴ്ച. ഇപ്പൊ ഇശാന്റെ മുമ്പ് ഉണ്ടായിരുന്നു. നമുക്ക് 2 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ആന്ധ്രാപ്രദേശത്തിലെ ഒരാൾ വന്നിരുന്നു. നമ്മളെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി. ഒരു ചെറുപ്പക്കാരൻ 10-20 വയസ്സ് 22 വയസ്സൊക്കെ ആയി കാണും. അയാൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന ആളാണല്ലോ എല്ലാ ദിവസവും. ഇവിടെ അബുദാബി താമസിക്കുന്ന ആളാണ്. സൂര്യന് സുജൂദ്. ഞാൻ പടച്ചോനെ, സൂര്യനെ ആരാധിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് അർത്ഥം. അള്ളാഹു തആല ആന്ധ്രാപ്രദേശുകാരനാ. ഒരിക്കലേ ഞാൻ കണ്ടോളൂ, പിന്നെ വന്നിട്ടില്ലല്ലേ. വന്ന വിഷയം ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞെടുത്തിരുന്നു. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനും ചന്ദ്രനും അല്ല സുജൂദ് ചെയ്യേണ്ടത്. പിന്നെ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ, ഇവകളെ സൃഷ്ടിച്ച അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ റബ്ബാണ് സൂര്യനെയും ചന്ദ്രനെയും പടച്ചത്. ഈ ആയത്തിലൊരു വലിയ അത്ഭുതമുണ്ട്. ഖുർആൻ അല്ലാഹു തആല എങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇറക്കി കൊടുത്തുവോ അങ്ങനെ നമ്മുടെ കൈക്ക് കിട്ടിയതാണ് ഖുർആൻ. അള്ളാഹുവിന് സുജൂദ്. ആരാണ് അള്ളാഹു? ഖലഖഹുന്ന, അവകളെ പടച്ചത് അള്ളാഹുവാണ്. ഖലഖഹുന്ന എന്ന് പറഞ്ഞാൽ ഒരുപാട് ചന്ദ്രനും ഒരുപാട് സൂര്യനും എന്നർത്ഥം വന്നു. ഗ്രാമർ ശരിയാക്കണേ, എങ്ങനെ വരണം? ലില്ലാഹില്ലദീ ഖലഖഹുമാ, ഹുമാ എന്നാ പറയേണ്ടത്. പറഞ്ഞതോ ഹുന്ന. ഇതൊന്നും പഴച്ചു പോയതല്ല, അതാണ് അത്ഭുതം. ഇത് പഴച്ചു പറയല്ല. അവിടെ ഗ്രാമർ അനുസരിച്ച് പറയണമെങ്കിൽ ഖലഖഹുമാ, ഇത് രണ്ടിനെയും പടച്ച അല്ലാഹു. അല്ലാഹു പറഞ്ഞതോ ഖലഖഹുന്ന, ഇങ്ങനെ 1000 സൂര്യനെയും ചന്ദ്രനെയും പടച്ച അല്ലാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യും. എന്താണ് ഈ പറയുന്നത്? നമ്മുടെ സൂര്യനല്ലാത്ത കത്തിജ്വലിക്കുന്ന കോടിക്കണക്കിന് സൂര്യന്മാർ ഈ ലോകത്തുണ്ട്. നമ്മുടെ ചന്ദ്രനല്ലാത്ത ഒരുപാട് സാറ്റലൈറ്റുകൾ, ഒരുപാട് ഗോളങ്ങൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഭൂമി എന്ന ഒരു ഗ്രഹത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഗോളമാണ് നമ്മുടെ ചന്ദ്രൻ. ഭൂമിയുടെ ഉപഗ്രഹമാണ്, ഭൂമിയുടെ സാറ്റലൈറ്റാണ് ചന്ദ്രൻ. പക്ഷേ ശംസും ഖമറും ഒരുപാടുണ്ട് എന്നാണ് അല്ലാഹു അവിടെ പറയുന്നത്. ഖലഖഹുന്ന, ഖലഖഹുമാ എന്ന് പറയുന്നിടത്ത് ഖലഖഹുൻ. യാ അല്ലാഹ്, എത്ര ഖമറുണ്ടെന്നാണ്? ജൂപ്പിറ്റർ ഗ്രഹം, ജൂപ്പിറ്റർ എന്തായാലും മലയാളത്തിൽ പറയാൻ നമുക്കറിയില്ല. ജൂപ്പിറ്റർ 16 ഉപഗ്രഹങ്ങൾ ജൂപ്പിറ്റർ ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട്. 16 നമുക്ക് സൂര്യന് ഒന്നേ ഉള്ളൂ, ഭൂമിക്ക്. അതാണ് നമ്മുടെ ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന സാധനമാണ്. ഈ ഭൂമി സൂര്യനെ ചുറ്റുകയാണ്. സൂര്യന് ചുറ്റുമുള്ള ഗോളങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ നക്ഷത്ര ലോകം എന്ന് പറഞ്ഞ നമ്മുടെ മിൽക്കി വേ, ക്ഷീരപഥം എന്ന മഹാ നക്ഷത്ര സമൂഹത്തിന്റെ സെന്ററിനെ ആധാരമാക്കി ചുറ്റുകയാണ്. ആ ചുറ്റലൊക്കെ നമ്മൾ കാബൻ ചുറ്റുന്ന പോലെയാണ്. അത് മറ്റൊരു അത്ഭുതമാണ്. ഇടത്ത് കീപ്പ് ചെയ്ത് ഇടത്തുനിന്ന് വലത്തോട്ടാ പോകുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ചുറ്റൽ അങ്ങനെയാണ്. അപ്പോ ഇവിടെ ഒന്നിലേറെ സൂര്യനുണ്ടും ഒന്നിലേറെ ചന്ദ്രനുണ്ടെന്നും അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്.
അതൊക്കെ 1400 കൊല്ലം മുമ്പുള്ള വർത്തമാനങ്ങളാണ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിലും ഈ ആയത്തിന് അർത്ഥം മനസ്സിലാകും. അള്ളാഹു ആണ് പടച്ചത്, അത്രേ വരൂ. പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിലൊക്കെ അത്ഭുതമാണ്. സാറ്റേൺ, നമ്മുടെ ശനി എന്ന് പറയുന്ന ഗ്രഹം, മൂപ്പർക്ക് ചുറ്റും കറങ്ങുന്ന എത്രയെന്നറിയോ? 16 ഉപഗ്രഹങ്ങൾ. ജൂപ്പിറ്ററിന് ചുറ്റും 16. പിന്നെ നമ്മുടെ മാഴ്സിനാണ് ചൊവ്വ എന്ന് പറയാ. ചൊവ്വ ഗ്രഹത്തിന്റെ ചുറ്റും കറങ്ങുന്ന രണ്ട് കമറുണ്ട്, 2 ഉപഗ്രഹങ്ങളുണ്ട്. ഭൂമിക്ക് 1 കമർ, ചൊവ്വക്ക് 2, ജൂപ്പിറ്ററിന് 16, സാറ്റേണിന് 16, ശനി ഗ്രഹത്തിന് 16. യുറാനസ് ഗ്രഹത്തിന്റെ ചുറ്റും കറങ്ങുന്നുണ്ട് 15 കമർ. സുബ്ഹാനല്ലാഹ്. ഖലഖഹുന്ന, ഈ ഉപഗ്രഹങ്ങളൊക്കെ പടച്ചത് അല്ലാഹുവാണ്. യാ അല്ലാഹ്. നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന് ചുറ്റും കറങ്ങുന്നുണ്ട് 18 ഉപഗ്രഹങ്ങൾ. 18 ചന്ദ്രന്മാരുണ്ട് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ചുറ്റും. 18 ഒക്കെ കൃത്യമായി കറങ്ങാണ്. പ്ലൂട്ടോ എന്ന് പറഞ്ഞ കൊച്ചുഗ്രഹത്തിന്റെ ചുറ്റുമുണ്ട് 1 ഉപഗ്രഹം, 1 സാറ്റലൈറ്റ്. ഭൂമിക്ക് ഉള്ളതുപോലെ പ്ലൂട്ടോക്ക് 1 ഗ്രഹം, 1 ചന്ദ്രൻ. ഇതിനൊക്കെ പടച്ചത് അല്ലാഹു. എത്ര നക്ഷത്രങ്ങളുണ്ടെന്നാണ്? സൂര്യൻ ഒരു നക്ഷത്രമാണ്. അങ്ങനെ ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങളിൽ 1 നക്ഷത്രമാണ് സൂര്യൻ. അപ്പൊ ഒരുപാട് സൂര്യന്മാരുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഇപ്പൊ അടുത്ത കാലങ്ങളിൽ മനസ്സിലായ സംഭവങ്ങളാണ്. യാ അല്ലാഹ്. അല്ലാഹു തആല പറയാണ്, അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ. നിങ്ങൾ കാണുന്നില്ലേ, അവർ കാണുന്നില്ലേ എങ്ങനെയാണ് 7 ആകാശങ്ങളെ തട്ടുകളായി അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നത്. وجعل القمر فيهن نورا وجعل الشمس سراجا. ഈ ആകാശമണ്ഡലങ്ങളിൽ ചന്ദ്രനെ അവകളിൽ ഈ 7 ആകാശങ്ങളിൽ നൂറൻ ശോഭയായിട്ടും പ്രകാശമായിട്ടും വജഅല الشمس سراجا, സൂര്യനെ അല്ലാഹു വിളക്കായിട്ടും അല്ലാഹു സൃഷ്ടിച്ചു തന്നിട്ടില്ലയോ? വ്യത്യാസമുണ്ട്. സൂര്യനെ പറഞ്ഞപ്പോ വിളക്ക് കത്തുന്നതാണ്, സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ഗോളമാണ്. അവിടെ തീയാണ്. എന്താണ് തീന്റെ ഡെൻസിറ്റി, അതിന്റെ പവർ എത്രയാണ് ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് മനസ്സിലാക്കണം. ചന്ദ്രനെ പറ്റി പറഞ്ഞു നൂർ, പ്രകാശം. പഴച്ചു പറയല്ല. ചന്ദ്രന് കിട്ടുന്ന പ്രകാശം നമ്മുടെ ഭൂമി ചന്ദ്രന്റെയും ഭൂമിയുടെയും ഇടയിൽ നിന്ന് മാറി, ഭൂമി സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിൽ നിന്ന് മാറിയാൽ, അല്ലെങ്കിൽ ഭൂമിയുടെ മറയില്ലാതെ വന്നാൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം പ്രതിഫലിപ്പിക്കുകയാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രകാശമല്ല, ഒരു കണ്ണാടിയിലേക്ക് നോക്കുന്ന പോലെ വെളിച്ചം അവിടെ നിന്ന് തെറിച്ചു വരുന്നു. സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് ചെന്നാൽ ചന്ദ്രനിൽ ഒരു ടോർച്ചടി പോലെ ഭൂമിക്ക് കിട്ടും. ഇതാണ് ചന്ദ്രന്റെ പ്രകാശം. പ്രകാശമാണ് ചന്ദ്രൻ, വിളക്കല്ല. വിളക്കാണെങ്കിൽ സ്വയം പ്രകാശിക്കണം. ചന്ദ്രൻ സ്വയം കറങ്ങുന്നില്ല, സ്വയം പ്രകാശിക്കുന്നില്ല. സ്വയം പ്രകാശിക്കുന്നത് സൂര്യനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ഒരു വിഷയം പിന്നീട് അവിടെ ചർച്ച വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ, ഈ നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങൾക്കുമെല്ലാം കൃത്യമായ കണക്കുണ്ട്, കൃത്യമായ അളവ്, റാൻഡം ടോട്ടൽ ഫ്ലോ, അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കറക്കം എങ്ങനെയെങ്കിലൊക്കെ തിരിയ. ഇതല്ല അള്ളാഹുവിന്റെ ലോകത്തെ ഈ സൂര്യനും ചന്ദ്രനും ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. എവിടെയാണ് ഈ സൂര്യനും ചന്ദ്രനൊക്കെ കിടക്കുന്നത്? 7 ആകാശങ്ങളിലാണ്. അതുകൊണ്ട് ആകാശം എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയ പന്ത് സങ്കല്പിക്കുക, ഒരു ബ്ലാഡർ, ഒരു പന്തിന്റെ ബ്ലാഡർ. ആ ബ്ലാഡറിന്റെ ഉള്ളിലാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത്. അതിൽപ്പെട്ട ഒരു ചെറിയ ഗോളമാണ് ഭൂമി. സുബ്ഹാനല്ലാഹ്. ആ ബ്ലാഡറിന്റെ മേലെ വേറെ ഒരു ബ്ലാഡർ, ഒരു അകലത്തിൽ, അതിന്റെ സെന്ററിൽ നിന്ന്, ആദ്യത്തെ അതിന്റെ ഗ്യാപ്പ് സെന്ററിൽ നിന്ന് അതിന്റെ ബ്ലാഡറിലേക്കുള്ള ആ ഡിസ്റ്റൻസിൽ, അതേ ഡിസ്റ്റൻസിൽ മറ്റൊരു ബ്ലാഡർ അതിനെ കവർ ചെയ്യാം. 2ാം ആകാശം. 3ാം ആകാശം എന്ന് പറഞ്ഞാൽ താഴേക്കും മേലോട്ടും റൈറ്റും ലെഫ്റ്റ് എവിടെ നോക്കിയാലും ആകാശമാണ്. ആകാശം നേരെ ഒരു പന്തലിട്ട പോലെ കിടക്കല്ല ആകാശം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയല്ല, പന്തലല്ല ആകാശം. ഭൂമിയുടെ താഴെയുള്ളവർക്ക് ആകാശം കാണുന്നുണ്ട്, സൈഡിലുള്ളവർക്ക് ആകാശമാണ്, എല്ലായിടത്തും ആകാശമാണ്. ഇതൊക്കെ കിടക്കുന്നത് വലഖദ് സയ്യന്ന السماء الدنيا بمصابيح. 1ാം ആകാശത്തെ ഞാൻ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല പറയാൻ. ഇങ്ങനൊക്കെ ആയത്ത് വന്നിട്ടും ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
ഈ അന്തരീക്ഷത്തിന്റെ 7 മണ്ഡലങ്ങളാണ് 7 ആകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയോണോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഇങ്ങനെ കുറെ അന്തരീക്ഷത്തിന്റെ ഘട്ടങ്ങളുണ്ട്. അത് 7 6 എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റിയല്ല അള്ളാഹു 7 ആകാശം എന്ന് പറയുന്നത്. അതാണ് 7 ആകാശം എന്ന് ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിയൊക്കെ കാണുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. 7 ആകാശങ്ങൾ കണ്ടെത്തി ഈ ഭൂമിന്റെ ഈ ലെവലുകൾ, സ്ട്രാറ്റോസ്ഫിയറും അയോണോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും, ഇതൊന്നുമല്ല ആകാശം, ഇതൊക്കെ ഭൂമിന്റെ അന്തരീക്ഷങ്ങളല്ലേ. 1-ാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും. സൂറത്തുൽ മുൽക്ക് അല്ലെ, വലഖദ് സയ്യന്ന സമാഅ ദുനിയ, നമ്മൾ ഏറ്റവും അടുത്തുള്ള ആകാശത്തിനാണ് ദുനിയ എന്ന് പറയാ. ആ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത്. അതിന്റെ മീതെ ഭൂമിയിൽ നിന്ന് 1-ലേക്കുള്ള ദൂരം 1-ാം ആകാശത്തിന് 2-ലേക്കുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി തിബാഖ, അട്ടിയട്ടിയായി വെച്ച ആകാശ ലോകങ്ങളിലാണ് അല്ലാഹു തആല സൂര്യചന്ദ്രാദികളൊക്കെ വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു പന്തിന്റെ ഉള്ളിൽ, അതിന് 4 ബ്ലാഡറുള്ള പന്താണെങ്കിലും ഈ ഒരു ബോൾ നമ്മളതിന്റെ ഉള്ളിലേക്ക് ഒരു എന്തെങ്കിലും ഒരു ടൈനി ഒബ്ജക്റ്റ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ, ഒരു കിരിക്കിരി സാധനം വെച്ചാൽ ഇത് പന്തിന്റെ ഉള്ളിലാന്ന് പറഞ്ഞൂടെ? ആണ്. ആ പന്തിന് 1 ബ്ലാഡറുണ്ട്, 2 ബ്ലാഡറുണ്ട്, 3 ഉണ്ട്, 7 ബ്ലാഡറുണ്ട്. എന്നാലും അതിന്റെ ഉള്ളിലൊരു സാധനം കൊണ്ടുപോയി വെച്ചാൽ പന്തിന്റെ ഉള്ളിലാണ് ഈ സാധനം, അല്ലേ? നോക്കൂ, വജഅലൽ ഖമറ ഫീഹിന്ന നൂറ, ഈ ആകാശങ്ങളിൽ അല്ലാഹു ചന്ദ്രനെ നൂറായിട്ടും പ്രകാശമായിട്ടും, വജഅല ശംസ സിറാജ, സൂര്യനെ വിളക്കായിട്ടും അല്ലാഹു സ്ഥാപിച്ചു. അപ്പൊ ആകാശം എന്ന സാധനം ഉരുണ്ടതാണെന്നും, ഒരു ഗ്ലോബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുന്നത്. ശ്വസിക്കാനുള്ള എല്ലാം അല്ലാഹു തന്നു, തിന്നാനുള്ളതൊക്കെ തന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിന് എന്തൊക്കെ വേണോ എല്ലാം അല്ലാഹുടെ കൊടുക്കുന്നുണ്ട്. എന്ന പോലെ വലിയൊരു ബ്ലാഡറിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയല്ലേ? നമുക്ക് മഴ വേണം, മഴ കിട്ടും. ഇതൊന്നും ഭൂമിക്ക് പുറത്തുപോയി എവിടെ കിട്ടില്ല. ചൊവ്വയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റോടെ വെള്ളമുണ്ടോ, കുളമുണ്ടോ, തോടുണ്ടോ, പുഴയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടിപ്പോവുക. ഈ വെള്ളം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റും, വെള്ളം മാത്രം മതി ജീവിക്കാൻ. ഭൂമി എവിടെ കിടക്കുന്നു, മറ്റു ഗ്രഹങ്ങൾ എവിടെ കിടക്കുന്നു? ഭൂമിയുടേതുപോലെ ഒരു ഭൂമി ലോകത്ത് വേറെ ഉണ്ടോ? നമുക്കറിയില്ല. ഇല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത്. വൽ അർള വലഅഹാ ലിൽ അനാം, സൂറത്തുർ റഹ്മാൻ തന്നെ വരുന്നത്. വൽ അർള വലഅഹാ ലിൽ അനാം, ഭൂമിയെ അല്ലാഹു ജീവികൾക്ക് വേണ്ടി ഇവിടെ നീക്കി വെച്ചു. എന്നാൽ ഭൂമിയിലെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. കാരണം വെള്ളം കിട്ടിയാൽ മാത്രം മതിയോ? ടെമ്പറേച്ചർ നോക്കണ്ടേ? എന്താ ഭൂമിന്റെ അന്തരീക്ഷം? കാറ്റ് വേണ്ടേ? രാവും പകലും വേണ്ടേ? ഋതുഭേദുക്കൾ വേണ്ടേ? പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും വേണ്ടേ? സസ്യലതാദിൽ വേണ്ടേ? പുഴകളും കടലും കടലോരങ്ങളും ഒക്കെ വേണ്ടേ? ഇതൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതം. ഈ ഒരു സുഖം, ഈ ഒരു മനോഹാരിത, ഒരു വെള്ളം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അവിടെ വെള്ളം കിട്ടിയിട്ട് മാത്രം അങ്ങനെ കുറച്ച് മിനറൽ വാട്ടർ ഇട്ട് പോയാൽ പോരാ അവിടെ ജീവിക്കാൻ. അതല്ല, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു ഗ്രഹമാണ് ഭൂമി. ഇതുപോലത്തത് വേറെ അല്ലാഹു പഠിച്ചിട്ടില്ല. ഇല്ലെന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വൽ അർള വലഅഹ, ഭൂമിയെ ഞാൻ ജീവികൾക്ക് വേണ്ടി വെച്ചതാണ്. ഇപ്പോ ഞാൻ പറഞ്ഞ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ആ ഒരു ഡോക്യുമെന്ററി, ദ എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ്, സൗകര്യമുള്ളവർ ഇംഗ്ലീഷ് മനസ്സിലാവുന്നവരൊന്ന് കാണണം. അത് കാണണം നിങ്ങളെ. അതൊക്കെ സത്യം വിശ്വസിക്കേണ്ട, ഒരു പറയണത് കേട്ടാൽ മതി. ഒരങ്ങനെ പല കഥയും പറയുന്നുണ്ട്. ബില്യൺ 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 കണക്കിന് കൊല്ലം മുമ്പുള്ള കഥ പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ബിഗ് ബാങ്, മഹാവിസ്ഫോടനം എന്ന പൊട്ടിത്തെറിയിൽ നിന്ന് ഭൂമി ഇക്കോലത്തിൽ എങ്ങനെ ആയി എന്നായി പറയുന്ന കഥ അസംഷനാണ്, ചിന്തകളാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. അങ്ങനെ ഒരു ബിഗ് ബാങ്ങിലൂടെ ഭൂമി എന്ന ഒരു ഗോളം മാത്രം ഇത്ര സുന്ദരമാവുകയും എന്റെ ഇതുപോലത്തെ അപ്പുറത്ത് കിടക്കുന്ന കഷ്ണങ്ങളൊന്നും അങ്ങനെ ആവാത്തത് എന്തേ? അങ്ങനെ പൊട്ടിത്തെറിച്ചതാണെങ്കിൽ ഈ ക്വാളിറ്റി ഭൂമിക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒരിടത്തും എന്തേ ഇല്ലാത്തത്? സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്, ഭയങ്കര അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. അപ്പോ അശംസു വൽ ഖമറു ബിഹിസ്ബാൻ, ഇവകൾ എവിടെയാണ് കിടക്കുന്നത്? ഈ 7 ആകാശങ്ങൾക്കുള്ളിലാണ്. 7 ആകാശം എന്ന 1-ാം ആകാശം എവിടെയാണെന്ന് പോലും മനുഷ്യന് ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളുടെ അപ്പുറത്താണ് 1-ാം ആകാശം കിടക്കുന്നത്. നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ലോകം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഓടിയെത്താം? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിന്റെ പിന്നാലെ ഓടിയെത്തുക, അതങ്ങ് നിർത്തിയാലല്ലേ എന്നെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അകലം കിട്ടുന്നില്ല, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ ലോകം. വസ്സമാഅ ബനൈനാഹ ബിഐദിൻ, ഇറ്റ്സ് വി ഹു ക്രിയേറ്റഡ് skies and heavens with my might and power wa inna lamusiun, definitely we are expanding it. അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട് പടച്ചത്. അല്ലാഹു അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്,
ഇതൊക്കെ ഇന്ന് കണ്ടെത്ത വിഷയങ്ങളാണ്. നമ്മൾക്കൊക്കെ ഇതുകൊണ്ടൊന്നും ഈമാൻ കിട്ടിയിട്ടില്ലെങ്കിൽ, വർദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ മുഅ്മിനീങ്ങൾ നമുക്കത് ശരിയാവുക? ഇത്രയും അത്ഭുതങ്ങൾക്കുമേൽ അത്ഭുതം അള്ളാഹു ഒളിപ്പിച്ചു വെച്ച റബ്ബിന്റെ കിതാബ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി ഉമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. സൂര്യനാണോ ചന്ദ്രനാണോ വലുത്? നമുക്കറിയാം ഇപ്പൊ സൂര്യനാ വലുത് അല്ലേ? പക്ഷെ ഇത് എങ്ങനെ വന്നത്, എങ്ങനെ കിട്ടിയത്? അല്ല, ചന്ദ്രന്റെയും സൂര്യന്റെയും വട്ടം നോക്കിയാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ സൂര്യനേക്കാളും വലിയ വട്ടത്തിൽ പൂർണ്ണചന്ദ്രനായി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ പറ്റൂ അല്ലെ? പടച്ചോനെ, ഇത്ര വലുപ്പമുള്ളൊരു ചന്ദ്രൻ ഞാൻ അബുദാബിനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയില്ലേ? നാട്ടിൽ പിന്നെ കുന്നുമല കൊണ്ട് കാണാൻ പറ്റാറില്ല. ഇത്ര വലുപ്പമുള്ളൊരു ചന്ദ്രന് എന്തൊരു വലിയ വലുപ്പല്ലേ! മരുഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവും, കാരണം തെളിഞ്ഞത് കാണില്ലേ? സൂര്യന്റെയും ചന്ദ്രന്റെയും വട്ടം, അതിന്റെ ദായിറ, അതിന്റെ സർക്കിൾ നോക്കിയാൽ പഴയ കാലത്തൊരു അറേബ്യൻ ബദുവിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഒരു ബദുവായ ഒരു അറബി, ഒരു കാട്ടറബിയായ മനുഷ്യന് ഏതാ വലുതെന്ന് ചോദിച്ചാൽ വട്ടം നോക്കിയാൽ ചന്ദ്രനാ വലുതായി കാണാറുള്ളത്, സൂര്യൻ അതിനേക്കാളും ചെറുതാണ്. അങ്ങനെ വരുള്ളൂ. അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്ക് ഇന്ന് നമുക്ക് മനസ്സിലായ പഠനങ്ങളെ കൊണ്ട് കഴിഞ്ഞതാണ്. പക്ഷെ സൂര്യനാണ് വലുതെന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جل عليه الليل رأى كوكبه قال هذا ربي فلما أفل قال لا أحب الآفلين. നക്ഷത്രത്തെ കണ്ടു, ഇതിന്റെ പടച്ചോനാ തോന്നുന്നു. നക്ഷത്രം അസ്തമിച്ചവൻ പറഞ്ഞു, അസ്തമിക്കണമെന്ന് നിന്റെ പടച്ചോനാകാൻ പറ്റില്ലല്ലോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം. അന്നത്തെ ജനതയ്ക്ക് തിരുത്തി കൊടുക്കുക. അവർ നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രനൊക്കെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോ പറഞ്ഞു, ഇതെന്റെ പടച്ചോനാണല്ലോ എന്ന് തോന്നുന്നു. ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. എനിക്ക് വഴി കാണിച്ചു തരാൻ ചന്ദ്രനില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് സൽമാർഗം കിട്ടും? അപ്പോ ചന്ദ്രനും എന്റെ പടച്ചോനല്ല. ഫലമ്മാ റഅ അശ്ശംസ ബാസിഗഹ, ചന്ദ്രൻ സൂര്യൻ ഉദിച്ചുയർന്നു വന്നത് കണ്ടപ്പോൾ ഖാല ഹാദാ റബ്ബി, ഇതെന്റെ പടച്ചോനാണെന്ന് തോന്നുന്നു. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. ഹാദാ അക്ബർ. ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. സൂര്യൻ അസ്തമിച്ചു പോയപ്പോ പറഞ്ഞു, അസ്തമിക്കുന്നതിന്റെ പടച്ചോനാകാൻ പറ്റില്ല, ഞാൻ നിങ്ങളുടെ കൂടെയല്ല. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രികീൻ. ഞാൻ അല്ലാഹുവിലേക്ക് മുന്നിട്ടിരിക്കുകയാണ്. ആരാണ്? ഫതറ അസ്സമാവാതി വൽ അർള, പ്രപഞ്ചലോകത്തെ ആദ്യമായി തുടങ്ങിപ്പടച്ചത് അല്ലാഹുവാണ്. അങ്ങനത്തെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത്, സൂര്യനും ചന്ദ്രനൊന്നുമല്ല. ഇവിടെ ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അവിടെ എങ്ങാൻ ഇത് അക്ബറു മിനൽ ഖമർ, ചന്ദ്രനേക്കാളും ഇതാണല്ലോ വലുത് എന്ന് പറഞ്ഞാൽ ചന്ദ്രനേക്കാളും ഇത് വലുതാണ്, മറ്റു നക്ഷത്രങ്ങളെക്കാളും വലുതാണ്. സുബ്ഹാനല്ലാഹ്. അക്ബറു എന്ന് അക്ബറു മിനൽ ഖമർ എന്ന് പറഞ്ഞില്ല, ചന്ദ്രനേക്കാളും വലുതാണ് പറഞ്ഞില്ല. കാരണം മറ്റു നക്ഷത്രങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാം കണ്ട നക്ഷത്രങ്ങളെക്കാളും വലുത് തന്നെയാണ് ഈ സൂര്യൻ. അക്ബറു മിനൽ കൗകബ്, ഇത് നക്ഷത്രത്തെക്കാളും വലുത് എന്നും പറഞ്ഞില്ല. കാരണം ചന്ദ്രനേക്കാളും വലുത് സൂര്യൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. ഇവിടെ ഭയങ്കരമായൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, ഭൂമി, ചന്ദ്രന്റെയും സൂര്യന്റെയും ആരം, ഒരു വൃത്ത വരച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ സൈഡിലേക്കുള്ള ലൈനെ നമ്മൾ ആരം എന്ന് പറയാം. മറ്റൊരു വ്യാസവും ആരവും ഉണ്ട്. ആരം തന്നെ മലയാളത്തിൽ പറയാൻ എന്താ ഇംഗ്ലീഷ്? റേഡിയസോ? റേഡിയസ്. സൂര്യന്റെ റേഡിയസിനേക്കാളും ചന്ദ്രന്റേത് 436 തവണ ചെറുതാണ്. അത്രയും ചെറുതാണ് ചന്ദ്രന്റെ റേഡിയസ് സൂര്യനേക്കാളും. സൂര്യൻ ഏറ്റവും വലുതാണ്. സുബ്ഹാനല്ലാഹ്.
നമ്മുടെ ഭൂമിയേക്കാൾ എത്ര വലുപ്പമുണ്ടെന്ന സൂര്യന്റെ വലുപ്പെന്നാ? 3,33,000 തവണ ഭൂമിയെക്കാളും വലുപ്പമുള്ള സാധനമാണ് ഈ സൂര്യൻ. യാ അല്ലാഹ്, 3,33,000 തവണ ഭൂമിയെക്കാളും വലുപ്പമുണ്ട് സൂര്യന്. ആ സാധന നമ്മൾ ഈ ചെറിയ വട്ടായിട്ട് കാണുന്നത്. യാ അല്ലാഹ്, എത്രയാണ് വലുപ്പം എന്നാണ്. നമുക്ക് 10 സെന്റ് ഭൂമി ഉണ്ടാവുമ്പോൾ നടന്നാൽ തീരുന്നില്ലല്ലേ, എന്താ വലുപ്പം. എന്താവോ അള്ളാന്റെ ഭൂമിയുടെ വലുപ്പം എത്രയാണ്. ആ വലുപ്പം കൊണ്ടല്ലേ കടൽ വെള്ളം വിട്ടത് ഒലിച്ചുകൊണ്ട് പുറത്തേക്ക് വരാത്തത്. അത്രയും പരന്നു കൂടെ പോയിക്കിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഭൂമി 3,33,000 ഭൂമിയെ ഉള്ളിലേക്ക് വെക്കാൻ മാത്രമുള്ള വലുപ്പമുണ്ട് സൂര്യന്. അങ്ങനത്തെ സാധനം ആ കണ്ണിന് ഭംഗിയുള്ള വലുപ്പത്തില് അള്ളാഹു സൂര്യനെ വെച്ചത്. കണ്ണിന് ഭംഗി. നമ്മൾ ഇസ്ലാമിക് സെന്ററിന്റെ അത്രോളം വലുപ്പമുള്ള സൂര്യനാണ് എന്നും വരുന്നതെങ്കിൽ കാണാൻ വല്ല ഭംഗി ഉണ്ടാവും? വലിയൊരു സാധനമായിട്ട് ഈ ഹാളിന്റെ അത്ര വലുപ്പമുണ്ട് സൂര്യൻ ആകാശത്ത്, വല്ല ഭംഗി ഉണ്ടാവോ? ഇല്ല. ശംസു വൽ ഖമറു ബിഹിസ്ബാൻ, കൃത്യമായ ഡിസ്റ്റൻസിൽ കൃത്യമായ അളവിലാണ് ഞാൻ ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വെച്ചെന്നിട്ടുള്ളത്. ഇത്രയും ലക്ഷക്കണക്കിന് വലുപ്പമുള്ള സാധനം. ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. യാ അല്ലാഹ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു, സൂര്യൻ ദുയാ വൽ ഖമറു നൂർ, ചന്ദ്രൻ വെളിച്ചമാണ്. അല്ലേ? സൂറത്ത് യൂനുസ്, ഹുവല്ലദീ ജഅല അശ്-ശംസ ദുയാഅൻ വൽ ഖമറ നൂറാ. അല്ലാഹു ആണ് സൂര്യനെ ദുയാഅൻ വെളിച്ചം നൽകുന്നതാക്കി പടച്ചതും, വൽ ഖമറ നൂറാ, ചന്ദ്രനെ അല്ലാഹു തആല നൂറൻ വെളിച്ചമാക്കി. സൂര്യൻ വെളിച്ചം തരുന്നതാക്കി. യാ അല്ലാഹ്, ഇതൊക്കെ ഇപ്പൊ മനസ്സിലായ വിഷയങ്ങളാണ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെയാ പറയണത്. മിസ്ബാഹ്, വെളിച്ചങ്ങൾ. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ, മിസ്ബാഹുകളെ കൊണ്ട്, ബൈ ദ ലാംപ്സ്. ഏതാണ് ഈ ലാമ്പുകൾ? ഈ ബൾബിലൊക്കെ മിസ്ബാഹ് എന്നാ പറയാം. എന്ത്? സ്വയം പ്രകാശിക്കുന്നവയാണ്. പക്ഷെ നമ്മൾ ഈ ബൾബിന്റെ താഴെ ഒരു ഗ്ലാസിന്റെ ഒരു പ്ലേറ്റ് നമ്മൾ താഴെ വെച്ചാൽ അതിൽ വെളിച്ചം വരും. അത് നൂറാണ്. പക്ഷെ മിസ്ബാഹ് മേലുള്ള അതിന്റെ വെളിച്ചം ഈ ചില്ല് തട്ടുമ്പോൾ നമുക്ക് ചില്ലിൽ വെളിച്ചം കാണുന്നു. ഈ ചില്ലാണ് ചന്ദ്രൻ എന്ന് സങ്കല്പിക്കാം. ആ ബൾബാണ് സൂര്യൻ. സുബ്ഹാനല്ലാഹ്. ചന്ദ്രനെ പറഞ്ഞെടുത്ത് ഒരിക്കലും അല്ലാഹു മിസ്ബാഹ് എന്ന് പറഞ്ഞില്ല. പക്ഷെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ മസാബീഹ്, വിളക്കുകളാണ്. കാരണം വിളക്കുകൾ സ്വയം പ്രകാശിക്കുന്നവയാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുകയാണ്. അല്ലാഹു തആല ചന്ദ്രനെ സംബന്ധിച്ച് പറഞ്ഞത് നൂറെന്നാണ്. നൂറെന്നാൽ വെളിച്ചം എന്നാണ്. വെളിച്ചം ബോറോഡ് ലൈറ്റ്സ്, അത് മറ്റൊന്നിന് കടം വാങ്ങുന്ന വെളിച്ചമാണ്. സൂര്യൻ കൊടുത്താലേ ചന്ദ്രന് വെളിച്ചം കിട്ടുള്ളൂ എന്നല്ലാതെ ചന്ദ്രനായിട്ടൊരു വെളിച്ചം അവിടെ ഇല്ല തന്നെ. അതുകൊണ്ട് അള്ളാന്റെ പ്രയോഗം ചന്ദ്രൻ നൂറാണ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു ദിയാഇ മിസ്ബാഹി സിറാജൻ വഹാജ. എന്താണ് ഇപ്പൊ സിറാജൻ വഹാജ? സൂര്യനെ സംബന്ധിച്ച് സൂറത്തുൻ നബ അമ്മ യതസാഅലൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹാജാ. നമ്മളൊക്കെ ഓടിപ്പോകുന്ന ആയത്തല്ലേ അത്? എന്താണ് ഈ പറയുന്നത്? വബനൈനാ ഫൗഖകും, നിങ്ങൾക്ക് മീതെ ഞാൻ പടച്ചു വെച്ചിട്ടുണ്ട്. സബ്അൻ ശിദാദാ, നല്ല കരുത്തുള്ള 7 പടച്ചിട്ടുണ്ട്. ശക്തമായ ആകാശമണ്ഡലങ്ങൾ അല്ലാഹു പടച്ചിട്ടുണ്ട്. പിന്നെ വജഅൽനാ, നാം പടച്ചിട്ടുണ്ട് സിറാജൻ വഹാജാ, കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിളക്കും പടച്ചിട്ടുണ്ട്. ആ ആകാശലോ കത്തിപ്രകാശിക്കുന്നത്. വഹാജ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിശക്തമായ തീ കത്തിപ്രകാശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതന്നെ അതിന്റെ അർത്ഥം. കത്തിയിട്ടുണ്ട് പ്രകാശിക്കുകയാണ്. സാധാരണ നമ്മൾ തീയിട്ടാൽ ആ തീയിന്റെ വെളിച്ചം എത്ര സ്ഥലത്ത് കിട്ടും അല്ലെ? എന്ത് ഒരു തീപിടുത്തുണ്ടായാലും രാത്രിയാണെങ്കിലും അതിന്റെ വെളിച്ചമൊക്കെ കുറച്ചല്ലേ എത്തുന്നുള്ളൂ. ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം എന്താ? ഒരു സാധാ തീയിന്റെ വെളിച്ചാണോ ഈ പറയുന്നത് അല്ലെ? ടോർച്ചിന്റെ വരശയ്ക്ക് വിരൽത്തുമ്പിലെ സൂര്യൻ. എന്ത് സൂര്യൻ? അള്ളാന്റെ സൂര്യന്റെ മുമ്പിൽ എന്താ ടോർച്ചൊക്കെ വെറുതെ പറയാനല്ലാതെ. അതാണ് ഈ കച്ചവടത്തിലും അല്ലാതെ നുണ പറയുന്നു പറഞ്ഞതിന്റെ ഒരു നുണ അതന്നെയാണ്. വിരൽത്തുമ്പിൽ എങ്ങനെ സൂര്യൻ? ഇതെന്ത് മെറ്റഫർ എന്ന് പറഞ്ഞോട്ടെ, ആലങ്കാരിക പ്രയോഗമെന്ന് പറഞ്ഞോട്ടെ, നുണയാണോ? അത് നുണയാണ് അല്ലേ?
അല്ലേ? നുണയാണ്. എല്ലാ പരസ്യങ്ങളും അങ്ങനെ കുറെ നുണ വെച്ചിട്ടാ. അതുകൊണ്ടാണ് അള്ളാഹുവിന് കച്ചവട സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം. വല്ലാതെ നുണ പറയും. നല്ല ക്വാളിറ്റിയാന്ന് പറയും. ഇവിടെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. നോ ആഡിറ്റീവ്സ്, ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, മുഴുവൻ ചേർത്തായിരിക്കും. അല്ലേ? ഒറിജിനൽ ഫ്രൂട്ട് ജൂയി, ഇത് നല്ല ഒറിജിനൽ ഫ്രൂട്ട് ജ്യൂസാണ് കേട്ടോ എന്ന് എഴുതിയൊക്കെ ഇതിന്റെ ലേബിളിൽ. എന്നിട്ട് പറയും കോൺസെൻട്രേറ്റ്. എന്തേ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നുണ പറയാനാ. ആ കൂട്ടത്തിൽ പറയും സിറാജ്, സൂര്യനെ സംബന്ധിച്ച് പറയാണ് സിറാജം വഹാജ, കത്തിജ്വലിക്കുന്ന തീജ്വാലയാണ്. ദ യൂണിവേഴ്സ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് ടൈറ്റിൽ അങ്ങനെ ദ യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ഒരു ഡോക്യുമെന്റിലുണ്ട്. അതിൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ പറഞ്ഞത്. അതിൽ സൂര്യനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ജൂപ്പിറ്ററിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മാർസിനെ സംബന്ധിച്ചും നെപ്റ്റ്യൂൺ അതുപോലെ തന്നെ യുറാനസ് ഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ശരിക്കും കാണണം മുഅ്മിനീങ്ങളെ. നമ്മളങ്ങനെ തരിച്ചു, യാ അല്ലാഹ്, ഈ ഒരു ലോകമാ ആകാശത്ത് നോക്കിയാൽ നല്ല മനോഹരമായ വെളിച്ചമുള്ള നല്ല കണ്ണിന് ആശ്വാസം തരുന്ന നക്ഷത്ര പ്രകാശങ്ങളായിട്ട് നമ്മുടെ കണ്ണിന് അല്ലാഹു തന്നു. വലിയ വലിയ ലൈറ്റുകൾ ആകാശത്ത് വെച്ചാൽ വലിയ ഭംഗി ഉണ്ടാവുമോ? ഇല്ല. ആ നക്ഷത്രത്തിന്റെ ഭംഗി എത്രയാണ്! ഇതൊക്കെ എത്ര വലുപ്പമുള്ള സാധനങ്ങളാണ്. യാ അല്ലാഹ്. സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ്. യാ അല്ലാഹ്, സൂര്യന്റെ കൂടെയുള്ള മറ്റു ഗ്രഹങ്ങൾ, സൂര്യനാണ് നമ്മുടെ ഭൂമിയെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞ നക്ഷത്രം വലിയ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഈ സൂര്യന് കുറെ ഗ്രഹങ്ങളുണ്ട്. ഭൂമി, ശനിയും മാർസും സാറ്റേണും ജൂപ്പിറ്ററും മറ്റു എല്ലാ ഗ്രഹങ്ങൾ, അവയുടെ കൂടെ 15ഉം 16ഉം 18ഉം ഉപഗ്രഹങ്ങളുള്ള മറ്റു ഗോളങ്ങൾ, ഇതിനൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ കറങ്ങുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിന്റെ ചുറ്റും കറങ്ങുന്നുണ്ട്. സൂര്യൻ ഇവകളെല്ലാം കൂട്ടിപ്പിടിച്ചിട്ട് ഈ സമൂഹങ്ങളുമായി സൂര്യൻ സൗരയൂഥം എന്ന വലിയ നക്ഷത്രങ്ങളുടെ സമൂഹത്തിന്റെ സെന്ററിനെ ആസ്പദമാക്കി സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. എന്താണ് ഈ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സംഗതി ചില്ലറയാണോ? സർ ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോഴാണ് ഗ്രാവിറ്റിയെ സംബന്ധിച്ച് ചിന്തിച്ചതെന്ന. സുബ്ഹാനല്ലാഹ്, എന്തേ ഇപ്പൊ ആപ്പിൾ താഴേക്ക് ഇതെന്ത് മേലേക്ക് വീഴാതിരുന്നത്? ജുഹയെ സംബന്ധിച്ചൊരു കഥ, അറബികളുടെ ഒരു തമാശക്കാരനായിരുന്നു ജുഹാന. അപ്പൊ അങ്ങനെ കഥ പറയാറുണ്ട് അല്ലെ. ഒരു മരത്തിന്റെ മാങ്ങയുടെ ഒരു വലിയ മൂച്ചി മാങ്ങയുടെ മാവ് കണ്ടിട്ട് ഈ വലിയൊരു മാവില് ഈ ചെറിയൊരു മാങ്ങയപ്പോ ഉണ്ടായത്, എണീക്കാൻ പറ്റാത്ത വള്ളിമ്മലാണ് ഈ മത്തനും വലിയ വലിയ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലേക്ക് മാങ്ങ വീണത്. യാ അല്ലാഹ്, ഇതൊരു മത്തനായിരുന്നെങ്കിൽ തലന്റെ അവസ്ഥ എന്താകുമായിരുന്നു. ഓരോ ഹിക്മത്ത് നോക്കണം, നമ്മൾ ആലോചിക്കുന്നത്. ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് ആപ്പിൾ വീണപ്പോഴാണ് ഇവർ ആലോചിച്ചത് എന്റെ താഴേക്ക് വീണത്, എന്റെ മേലോട്ട് പോയിക്കൂടായിരുന്നോ? അങ്ങനെയാണ് ഇതിനൊക്കെ പിടിച്ചു വലിക്കുന്ന ഒരു സ്വഭാവം ഭൂമിക്കുണ്ട്. ഗ്രാവിറ്റി എന്ന് നമ്മളതിനെ പറയും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ്, ഈ ഒരു കാന്തിക ബലം, കാന്തം മറ്റൊന്നിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ, ഇരുമ്പിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ എല്ലാ ഗ്രഹങ്ങളും ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു വെക്കുന്നു. അപ്പുറത്തുള്ള ഗ്രഹം ഇതിനെ തള്ളുന്നുണ്ട്. ഈ തള്ളും രണ്ടാളും ഇങ്ങോട്ട് വലിച്ചാൽ അതിന്റെ ഇടയിൽ കിടന്ന ആ ആളിങ്ങനെ ബാലൻസിൽ നിൽക്കുകയാണ്. രണ്ടുപേരും അടുത്തേക്ക് വലിക്കുന്നുണ്ട്. ഇയാൾ സെന്ററിൽ കുടുങ്ങുകയാണ്. ഈ ബാലൻസിലാണ് എല്ലാ ഗോളങ്ങളും അള്ളാഹുവിന്റെ സ്പേസിൽ ഇങ്ങനെ കറങ്ങുന്നത്. ഒന്ന് മറ്റൊന്നിനെ പിടിക്കും. ബിഗൈരി അമദിൻ തറൗനഹ, ഇതൊക്കെ താങ്ങി നിർത്തുന്ന തൂണുണ്ട്. ബിഗൈരി അമദിൻ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തൂണാണത്. യാ അല്ലാഹ്, അതൊന്നുമല്ല ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, പക്ഷെ യു കാൻ സീ ഇറ്റ്. അതാണ് ഗ്രാവിറ്റി, അതാണ് ഗുരുത്വാകർഷണം. അതിലെന്നെ പറയല് സുബ്ഹാനല്ലാഹ്. ഈ ഗുരുത്വാകർഷണ ബലം സൂര്യൻ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ ചുറ്റുമുള്ള മുഴുവൻ ഗ്രഹങ്ങളെയും കൊണ്ട് സൂര്യൻ കറങ്ങുകയാണ്. ജമാഅത്ത് നിസ്കരിക്കണ പോലെയെന്നാ. സൂര്യൻ ഇമാമ, ബാക്കി എല്ലാവരും അമ്മൂമിങ്ങളാ. ഇവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഓടുകയാണ്. എങ്ങോട്ടൊന്നില്ലാത്ത ഈ ഓട്ടം. പക്ഷെ എങ്ങോട്ടൊന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൂടെ. അല്ലാഹു തആല നിശ്ചയിച്ച മണ്ഡലം വരെ കൃത്യമായ സമയത്ത് ബിഹുസ്ബാനിൻ, അതിന്റെ സ്പീഡ് കൃത്യമാണ്. അത്ഭുതം നോക്കണം. ഈ കണക്കിലാണ് സൂര്യചന്ദ്രൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഈ കാലത്താണ് നമുക്ക് കിട്ടിയത്. നാസ പോലെയുള്ള അസ്ട്രോണമി പഠിക്കുന്ന അല്ലെങ്കിൽ കോസ്മോളജി പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അമേരിക്കയിൽ യൂറോപ്പിലൊക്കെയുള്ള ഈ സ്ഥാപനങ്ങൾ ഡെവലപ്പായി വന്നത് നമ്മുടെ അടുത്ത കാലങ്ങളിലാണ്. അപ്പോഴാണ് നമുക്ക് കണക്ക് കിട്ടിയത്. ഈ കണക്കുകളൊന്നും ആലോചിക്കാതെ ഈ ആയത്തിന് അർത്ഥം വെച്ചാൽ ഓക്കെ, സൂര്യനും ചന്ദ്രനും കൊണ്ട് നമുക്ക് ദിവസങ്ങൾ എപ്പോഴാണ്, മാസം തുടങ്ങിയോ ഇല്ലേ,
ദിവസം അവസാനിച്ചോ തുടങ്ങിയോ, ഇതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു ആശയം കിട്ടി. ഒന്നുകൂടെ ആലോചിച്ച വേറെയും ആശയങ്ങൾ, ഇങ്ങനെ ഒന്നുകൂടെ ആലോചിച്ച എല്ലാം കൃത്യമാണെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. നമ്മളിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയെന്നറിയോ? 150 മില്യൺ കിലോമീറ്ററാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 150 മില്യൺ കിലോമീറ്റർ യാത്ര ചെയ്താൽ സൂര്യനിലേക്ക് പോയി തട്ടി കൈ തൊട്ടിട്ട് വരെ. തൊട്ടളിക്കാന്നൊക്കെ പറയല കുട്ടികൾ. തൊട്ടളിക്കണമെങ്കിൽ എത്ര പോകണം? 150 മില്യൺ കിലോമീറ്റർ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്രയാണ്? കൊച്ചിക്കൊക്കെ 2600 കിലോമീറ്റർ അല്ലേ? എത്രയല്ലേ പറയല്? 2600. കോഴിക്കോട്ടേക്ക് അങ്ങനെ 2600, 2700 കിലോമീറ്റർ. ഇതെത്രയാണെന്നറിയോ? 150 മില്യൺ കിലോമീറ്റർ പോകണം, അപ്പോഴേ സൂര്യനിലേക്ക് എത്തുള്ളൂ. ഭൂമിയിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. സൂര്യന്റെ റേഡിയസ്, സൂര്യന്റെ മധ്യത്തിൽ, സൂര്യൻ റൗണ്ടാക്കി സങ്കല്പിച്ചാൽ മധ്യത്തിൽ നിന്നതിന്റെ ഒരു അറ്റത്തേക്കുള്ള ദൂരം 7 ലക്ഷം കിലോമീറ്ററാണ്. സുബ്ഹാനല്ലാഹ്. സൂര്യൻ ഇങ്ങനെ ഒരു അപ്പം പോലെ നമ്മൾ കടത്തി വെച്ചാൽ അതിന്റെ സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള ദൂരം 7 ലക്ഷം കിലോമീറ്ററാണ്. അപ്പൊ അങ്ങനെ വന്നാൽ സൂര്യനിൽ നിന്നും സൂര്യന്റെ ഒരറ്റത്ത് മറ്റത്തെ സെന്ററിലൂടെ ഒരാൾക്ക് മുറിച്ചു കിടക്കണമെങ്കിൽ 14 ലക്ഷം കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും വലിയ സാധന നമ്മൾ ഈ അസ്തമി ഡെയിലി കാണുന്നില്ലേ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതൊക്കെ? അല്ലേ? ആ സൂര്യൻ ഉദിക്കുമ്പോഴേക്കും സുബഹി നിസ്കരിച്ചോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. യാ അല്ലാഹ്, ഏസിന്റെ തണുപ്പോട് നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം ഉദിച്ചു വരാൻ നിങ്ങളുടെ പകൽ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ഇറങ്ങിക്കോളൂ. അതാ സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ കഴിച്ചേക്കണം. ഒരുങ്ങി റെഡിയായി നിന്നോ, നിന്റെ ദിവസത്തേക്ക് വേണ്ടി നീ റെഡിയായിക്കോ. എന്തൊരു മനോഹരമായ സമയമാണത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കും, എത്രയാ സൂര്യന്റെ ഭാരം? ബിഹിസ്ബാൻ, കണക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. സൂര്യന്റെ ഭാരം എത്രയാണ്? എത്രയെന്നറിയോ? 2000 മില്യൺ 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 10. 4 മില്യൺ കൊടുക്കണം 2000-ന്റെ ശേഷം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു നമ്മുടെ കാലത്തെ സയന്റിസ്റ്റുകൾക്കാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് ബിഹിസ്ബാൻ, ഇതിനൊക്കെ അളവും വൃത്തിയുണ്ട്. ഇതൊക്കെ വെറുതെ അങ്ങനെ പൊടിയായി കിടക്കുന്ന സാധനമല്ല. ഇത് വെറുതെ ഒരു റാന്തൽ കത്തിച്ച പോലെ കത്തല്ല. ഇതിനൊക്കെ കൃത്യതയുണ്ട്. 2000 മില്യൺ 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 10 ഭാരമുള്ള സാധനമാണ്. ഭൂമി ഇതിന്റെ ചുറ്റും നമ്മൾ നമ്മുടെ മുകളിലൂടെ പോകുന്നു എന്ന് തോന്നുന്നു. സത്യത്തിൽ നമ്മളാണ് കറങ്ങുന്നത് സൂര്യൻ അഭിമുഖമായിട്ട്. നമുക്ക് തോന്നുന്ന സൂര്യൻ ഇങ്ങനെ പോവാന്നല്ല, സൂര്യൻ അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഇങ്ങനെ തിരിയുമ്പോൾ നമുക്ക് തോന്നി സൂര്യൻ ഇപ്പം നമ്മൾ മേലെ കൂടെ പോയോന്ന്. സൂര്യൻ അതിലല്ല, സൂര്യൻ അതിന്റെ വഴിക്ക് പോവാൻ. പക്ഷെ സൂര്യൻ അഭിമുഖമായി നമ്മൾ തിരിഞ്ഞതാണ്. അപ്പോഴാണ് നമുക്കൊരു ദിവസം പൂർത്തിയാകുന്നത്. ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അത്ഭുതമാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ സൂര്യന്റെ ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഭാരം എത്രയാണ്? ഒരു ക്യൂബിക് സെന്റിമീറ്റർ 1.41 ഗ്രാം അതിന്റെ ഭാരം കാണും. ഒരു ക്യൂബിക് സെന്റിമീറ്റർ, സെന്റിമീറ്ററിന്റെ 4 ഒരു ക്യൂ ആയിട്ട് സങ്കല്പിച്ചാൽ ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ ഭാരം 1.41 ഗ്രാമാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയെക്കാളും മില്യൺ കണക്കിന് വലുപ്പമുള്ള ഭാരമുള്ള സാധനമാണ് അള്ളാഹുവിന്റെ ഈ സൂര്യൻ. എത്രയാ ചൂട്? നമുക്കിപ്പോ ഇന്നെത്രയാ ചൂട്? ഡിഗ്രിയൊക്കെ പുറത്തുള്ള ചൂട് എത്രയായിരുന്നു? ഉച്ചക്കൊക്കെ 37, 38 കണ്ടുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. സൂര്യന്റെ പരിസരത്ത് പോയി നിന്നാൽ അവിടെയുള്ള ചൂട് നമുക്കൊക്കെ 50 ആവുമ്പോ യാ അല്ലാഹ് പടച്ചോനെ എന്തൊരു ചൂടാണ്. 50 സഹിക്കാൻ പറ്റില്ല. 50 ഡിഗ്രി നമുക്ക് സഹിക്കാൻ പറ്റൂല. സൂര്യന്റെ സർഫേസിലുള്ള ചൂട് കിടക്കുന്നത് 6000 ഡിഗ്രിയാണ്. 6000 ഡിഗ്രി 50 എന്താണ്? അതിന്റെ നേരടുത്ത് സൂര്യന്റെ ഉള്ളിൽ കിടന്നാൽ സൂര്യന്റെ ഉള്ളിൽ അതിന്റെ ലുബ്, അതിന്റെ കോറിൽ കിടക്കുന്ന ചൂട് എത്രയാണ്? അള്ളാഹുവിന്റെ നരകം ഇതിനേക്കാൾ 70 ഇരട്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 15 മില്യൺ ഡിഗ്രി ചൂടാണ് സൂര്യന്റെ ഉള്ളിൽ കിടക്കുന്നത്. 15 മില്യൺ ഡിഗ്രി ചൂട്. സുബ്ഹാനല്ലാഹ്. 15 മില്യൺ. യാ അല്ലാഹ്. ശംസു വൽ ഖമറു ബിഹിസ്ബാൻ. ഇതൊക്കെ ഞാൻ കൃത്യമായ അളവിൽ പടച്ചവയാണ്. സൂര്യനും ചന്ദ്രനും കണക്കുണ്ട്. സൂര്യനിൽ കിടക്കുന്ന സാധനങ്ങൾ എത്രയാണ്? 70% ഹൈഡ്രജൻ, 28% ഹീലിയം, പിന്നെ 2% മറ്റു എലമെന്റ്സുകൾ, മറ്റു ലവണങ്ങളൊക്കെയാണ് കിടക്കുന്നത്. മറ്റു സാധനങ്ങൾ, ഗ്യാസുകൾ
70% ഹൈഡ്രജൻ ഹീലിയം, മെയിനായിട്ട് ഹൈഡ്രജൻ 28% ഹീലിയം, ബാക്കി വരുന്ന 100-ലെ 2% മറ്റു ഗ്യാസസ് ആൻഡ് മിനറൽസ്. സുബ്ഹാനല്ലാഹ്. സൂര്യന്റെ അത്ഭുതം. സൂര്യൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ ഒരു കാമ്പ് എന്ന് പറഞ്ഞതിന്റെ കോർ, അതിങ്ങനെ ഉള്ളിൽ കറങ്ങുന്നുണ്ട്. സൂര്യന്റെ പുറത്ത് ഒരു കവറിംഗ് ആണ്, ആ കവറിങ്ങും കറങ്ങുന്നുണ്ട്, ഉള്ളിലേതും കറങ്ങുന്നുണ്ട്, രണ്ടും കറങ്ങുന്നുണ്ട്. സ്വയം കറങ്ങുന്നുണ്ട്, അത് അതിന്റെ ആക്സിസിൽ കറങ്ങുന്നുണ്ട്. സൂര്യൻ എന്ന വലിയ സാധനം, എത്ര കണക്ക് പറഞ്ഞ് ഇത്രയും മില്യൺ കണക്കിന് വലുപ്പമുള്ള സാധനത്തിന്റെ ഉള്ളിൽ അതിന്റെ ലുബ്, അതിന്റെ കോർ, അത് ഒന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ തിരിഞ്ഞയിടത്ത് തന്നെ തിരിച്ചെത്തുമ്പോഴേക്കും അതിന്റെ സമയം സുബ്ഹാനല്ലാഹ് 365 ദിവസമാണ്. ഭൂമിയിലെ നമ്മുടെ ഒരു വർഷത്തിന്റെ കണക്ക് സൂര്യന്റെ ഉള്ളിൽ കിടക്കുന്ന കോർ ഇറങ്ങുന്നുണ്ട്. 365 ദിവസം എടുക്കും അത് ഒന്ന് തുടങ്ങിയിടത്തേക്ക് ആ തിരിഞ്ഞ ഭാഗങ്ങൾ തീർന്നെത്താൻ 365 ദിവസം. നമ്മുടെ ഭൂമിയിലെ കണക്കല്ലേ അത്, നമ്മുടെ വർഷത്തിന്റെ കണക്കാണത്. ഇത് സൂര്യന്റെ ഉള്ളിൽ, സൂര്യൻ എന്ന ഗോളത്തിന്റെ ഉള്ളിൽ. അതിന്റെ മേലെയുള്ളതിന്റെ ഔട്ടർ ഷെൽ, അതിന്റെ മുകളിലുള്ള ഭാഗം, അത് കറങ്ങുന്നുണ്ട്. എത്ര? 24 ദിവസം കൊണ്ട്. സുബ്ഹാനല്ലാഹ്, 24 ദിവസം എടുക്കും അതൊന്ന് കറങ്ങി വരാൻ. യാ അല്ലാഹ്. ഇനി സൂര്യൻ പോകുന്ന സ്പീഡ് എത്രയാണെന്നറിയോ? സെക്കൻഡിൽ 12 കിലോമീറ്റർ. സെക്കൻഡിൽ 12 കിലോമീറ്റർ ഇതിന്റെ സ്വയം കറക്കം. സ്വയം കറങ്ങുന്നത് അങ്ങനെയാണ്. സെക്കൻഡിൽ 12 കിലോമീറ്റർ. ഒരു സെക്കൻഡ് കൊണ്ട് 1 കിലോമീറ്റർ പോകുന്ന വാഹനം ഉണ്ട് ഇപ്പോ? ഇല്ല. ഒരു സ്പോർട്സ് കാർ അങ്ങനെ പോവില്ല. സെക്കൻഡിൽ 12 കിലോമീറ്റർ ഉണ്ടോ? ഇല്ല. സ്പീഡപ്പ് ചെയ്ത് വരണമെങ്കിൽ ചിലപ്പോൾ ചില സ്പോർട്സ് കാറുകളൊക്കെ വിത്തിൻ സെക്കൻഡ്സ്, 10 സെക്കൻഡ്, 11 സെക്കൻഡ്, 8 സെക്കൻഡ്, അതൊക്കെ ഒന്ന് പിക്കപ്പ് 100-ലേക്ക് എത്താൻ, അല്ലെങ്കിൽ 120-ക്ക് എത്താൻ സെക്കൻഡ് കൊണ്ട് 12 കിലോമീറ്റർ സ്വയം കറങ്ങുന്ന ആ ഒരു അവസ്ഥയിലാണ് സുബ്ഹാനല്ലാഹ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സാധനം സൗരയൂഥത്തിന്റെ അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറഞ്ഞ നമ്മുടെ താരസമൂഹത്തിന്റെ സെന്ററിനെ ആസ്പദമാക്കി ചുറ്റിയാണ്. കാബ നമ്മൾ ചുറ്റുന്ന പോലെ അങ്ങനെ ആ ചുറ്റ് സൂര്യൻ പൂർത്തിയാക്കുമ്പോൾ സൂര്യന്റെ സ്പീഡ് 220 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ സ്വയം കറങ്ങുന്നത് ഒരു സ്പീഡ്, അത് സ്വയം ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കറങ്ങുകയാണ്. ആ ചുറ്റുന്ന സ്പീഡ് 220 കിലോമീറ്റർ. ഇത്രയും സ്പീഡിൽ സൂര്യൻ സൗരയൂഥത്തിന്റെ സെന്ററിനെ ലക്ഷ്യമാക്കി കറങ്ങിയാൽ 250 മില്യൺ വർഷം എടുക്കുമ്പോൾ അതൊരു റൗണ്ട് പൂർത്തിയാക്കും, തുടങ്ങിയെടുത്തൊക്കെ വന്നെത്തും. എങ്ങനെ? 220 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ എന്ന സ്പീഡിൽ സൂര്യൻ കറങ്ങിയാൽ സൂര്യനും കൂടെയുള്ള ഗ്രഹങ്ങളും കൂടെ കറങ്ങി അത് തുടങ്ങിയിടത്തേക്ക് എത്തുമ്പോൾ 250 മില്യൺ വർഷങ്ങൾ എടുത്തിരിക്കും. സൂര്യന്റെ തുടക്കം മുതൽ ഇതേവരെ സുബ്ഹാനല്ലാഹ് സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത് അതിന്റെ തുടക്കം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് സയൻസ് പറയുന്നത്. ശരിയായിരിക്കാം, അല്ലായിരിക്കാം. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, അവർ പറയുന്നത് ഇതാണ്. 4 ബില്യൺ 0.6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പടച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാം. അങ്ങനെ വന്നാൽ സൂര്യൻ അതിന്റെ മറ്റു ഗ്രഹങ്ങളുമായി സെക്കൻഡിൽ 220 കിലോമീറ്റർ എന്ന വേഗതയിൽ സൂര്യൻ അതിന്റെ സെന്ററിനെ, ഏത് സെന്റർ? സൗരയൂഥത്തിന്റെ മഹാതാരസമൂഹത്തിന്റെ മധ്യത്തെ കേന്ദ്രമാക്കി ഒരു തവാഫ് പൂർത്തിയാക്കുമ്പോൾ 250 മില്യൺ വർഷം കഴിയും. അങ്ങനെ സൂര്യൻ പടക്കപ്പെട്ടത് മുതൽ ഇന്നേ വരെയായി സൂര്യൻ പൂർത്തിയാക്കിയ തവാഫ് 18 എണ്ണമാണ്. 18 റൗണ്ട് ഇപ്പോ പൂർത്തിയാക്കി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അശംസു വൽ ഖമറു ബിഹിസ്ബാൻ. സൂര്യനും ചന്ദ്രനും കൃത്യമായ അളവിൽ അല്ലാഹു പടച്ച അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. കഴിഞ്ഞോ ഇതൊക്കെ കണക്ക് കേട്ടിട്ട്? ഈ മതിയല്ലേ സ്ഥലങ്ങൾ മതിക്കളി. ഞങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് തോന്നണ്ട. നമ്മളിപ്പോ ഈ ആയത്ത് വരുമ്പോൾ ഇത് പറയാൻ പറ്റുള്ളൂ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുഞ്ഞ്, ഇബ്രാഹിം എന്ന പേരുള്ള അലൈഹിസ്സലാം, ചെറിയ കുഞ്ഞിന്റെ പേരായ, അവരൊക്കെ 1.5 വയസ്സിന്റെ ഉള്ളിൽ മരിച്ചുപോയ മക്കളാണ്. എല്ലാ ആൺകുട്ടികളും മരിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം